അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കൊടും തണുപ്പിനെ അവഗണിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അയോധ്യയിൽ തമ്പടിക്കുന്നു. അയോധ്യയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്നാണ് ഭക്തർക്കായി തുറന്നുകൊടുത്തത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് അയോധ്യ നഗരം നേരത്തെ തന്നെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവരിങ്ങനെ കൂട്ടം കൂട്ടമായി ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് യഥാർത്ഥത്തിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ തിരക്ക് കൂടിയത് മൂലം കുറച്ച് നേരത്തെ തന്നെ തീർത്ഥാടകർക്ക് വേണ്ടി ക്ഷേത്രം തുറന്നുകൊടുത്തു. പതിവ് പൂജകൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ അടക്കം അകത്തേക്ക് അനുവദിക്കുന്നില്ല. ഇന്നു മുതൽ ക്ഷേത്രത്തിലെ ആരതി, അതുപോലെ അഭിഷേകം, അതുപോലെയുള്ള നിവേദ്യം, ഇത്തരത്തിലുള്ള എല്ലാ പൂജകളും പതിവ് പോലെ തന്നെ നടക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മളുടെ സൗത്ത് ഇന്ത്യൻ രീതിയും നോർത്ത് ഇന്ത്യൻ രീതിയും ഒരുപോലെ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകളിൽ അതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ഇന്നു മുതൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾ അയോധ്യയിലേക്ക് എത്തും. അവരെ ഉൾക്കൊള്ളാൻ അയോധ്യ പൂർണ്ണമായും സജ്ജമാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർത്ഥാടകരുടെ പ്രവാഹം ഉണ്ടാകുമ്പോൾ അവർക്ക് മതിയായ താമസ സൗകര്യം, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ അയോധ്യയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ വേഗത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അയോധ്യ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് കരുതിയതിനേക്കാൾ അധികം തീർത്ഥാടകരാണ് ഇവിടേക്ക് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഏതാണ്ട് ഒരു കഴിഞ്ഞ 6-7 ദിവസങ്ങൾ തുടർച്ചയായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ രാംലല്ലയെ ദർശിച്ചേ മടങ്ങൂ എന്ന കടുത്ത വാശിയിലുള്ള തീർത്ഥാടക സംഘങ്ങളുണ്ട്. ഈ സന്യാസ മഠങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നാനാഭാഗത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുള്ള തീർത്ഥാടകരും ഇവിടേക്ക് എത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതിയാകുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ തീർത്ഥാടക സംഘങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഏതായാലും ഇന്ന് സുഗമമായ ദർശനത്തിന് വേണ്ട ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചവരെ ദർശനം തുടരും. ഉച്ചയ്ക്ക് നടയടയ്ക്കും. വീണ്ടും വൈകിട്ട് ദർശനം തുടരും. ഓക്കെ, താങ്ക് യു വിജയകുമാർ.